ഹായ് ഗൈസ്, വെൽക്കം ടു എജ്യൂപോഡ് പ്രാക്ടിക്കൽ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ മെത്തേഡിലൂടെ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ ലോഡ് എക്സ്റ്റൻഷൻ മെത്തേഡ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലും നമ്മൾ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടുപിടിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ കാൽക്കുലേഷൻ മെത്തേഡിലൂടെയും അതേപോലെ ഗ്രാഫിലൂടെയും നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതേപോലെ ഒരു അൺനോൺ മാസ് എടുക്കുകയാണെങ്കിൽ ആ അൺനോൺ മാസിൻ്റെ മാസ് എത്രയാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടുപിടിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട എക്സ്പെരിമെൻ്റൽ അപ്പാരറ്റസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ അപ്പാരറ്റസ് വേണം. അതേപോലെ നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോപ്പ് വാച്ച് വേണം. ദെൻ നമ്മുടെ മാസ് വേണം. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കേസാണ് മാസ്. ഇതെന്ന് പറഞ്ഞാൽ 50 ഗ്രാമാണ്. നമ്മൾ ഓരോന്നും ആഡ് ചെയ്യുന്നതും എത്ര ഗ്രാം തന്നെ ആയിരിക്കും? 50 ഗ്രാം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നോർമലി ഇതിൻ്റെ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ തിയറി പാർട്ടിലൂടെ കടന്നതിന് ശേഷം നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തു തുടങ്ങാം. ഓക്കെ, ഇതിൻ്റെ പ്രിൻസിപ്പൽ അല്ലെ തിയറി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു ഓസിലേഷൻ, ഒരു സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് T=2π√m/k എന്ന് പറഞ്ഞാൽ. എം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കൊടുക്കുന്ന മാസാണ്, കെ എന്ന് പറഞ്ഞാൽ സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഈ ഒരു ഇക്വേഷനെ സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ T² = 2² 4π² m/k എന്നാവും. ദെൻ കെനെയും T²നെയും ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് k = 4π² m/T². അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടുപിടിക്കാൻ പോകുന്നത് m/T²ൻ്റെ വാല്യൂ ആണ്. എം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന മാസ്, ദെൻ T² എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈം പീരീഡുമാണ്. ആ ഒരു സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ? അതിലൂടെ നമ്മൾ കെ കണ്ടുപിടിക്കും. ഇനി ഗ്രാഫിലൂടെ എങ്ങനെ കെ കണ്ടുപിടിക്കാം എന്നുള്ളതൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം. ദാറ്റ് ഈസ് ഗ്രാഫിലൂടെ കെ കണ്ടുപിടിക്കുന്നത്, നമുക്കറിയാം ഗ്രാഫ് നമ്മൾ എക്സ് ആക്സിൽ എമ്മും വൈ ആക്സിൽ T² ആണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് തന്നെയായിരിക്കും എന്ത് ചെയ്യുക, എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലെ 2 പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇവിടെ ഒരു എ എന്നുള്ള പോയിന്റും ഇവിടെ ഒരു മറ്റൊരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ദെൻ അതിൽ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന പോലെ ഏതെങ്കിലും 2 പോയിന്റ്സ് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്താൽ AB/BC ചെയ്താൽ അതിലൂടെ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും, m/T² ആയിരിക്കും. കാരണം എക്സ് ആക്സിൽ എം ആണ്, വൈ ആക്സിൽ എന്താണ്, T² ആണ്. അപ്പോൾ എക്സ് ആക്സിൽ AB, വൈ ആക്സിൽ BC, അതാണ് AB/BC. അതിലൂടെ നമുക്ക് m/T² തന്നെ കിട്ടും. ആ m/T² അല്ലെങ്കിൽ ആ AB/BCയെ നമ്മൾ 4π² മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എഗെയിൻ എന്ത് കിട്ടുന്നുണ്ട്, കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 2 കെയുടെയും വാല്യൂ ഓൾമോസ്റ്റ് നമ്മൾ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം എന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഇനി ടാബ്ലാർ കോളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ m/T² ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടാബ്ലാർ കോളമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാസ്, നമ്മൾ കൊടുക്കുന്ന മാസിൻ്റെ കോളമാണ് ഇത്. ദെൻ അതേപോലെ നമ്മളത് മാസ് നമ്മളെ സ്പ്രിങ്ങിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഓസിലേഷൻ നടത്തും. 10 ഓസിലേഷൻസ് ആണ് നമ്മൾ നടത്തുന്നത്. ആ 10 ഓസിലേഷൻസിൻ്റെ ടൈമാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ദെൻ നമുക്ക് വേണ്ടത് ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ്റെ ടൈമാണല്ലോ. അപ്പോൾ നമ്മളിവിടെ കിട്ടിയുള്ള 10 ഓസിലേഷൻസിൻ്റെ ടൈമിനെ, അതായത് T/10 നമ്മൾ ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഒരു ഓസിലേഷൻ്റെ ടൈം പീരീഡ് എത്രയെന്ന് കിട്ടി. ദെൻ അതിനെ സ്ക്വയർ ചെയ്യും. ഈ വാല്യൂവിനെ ഇവിടെ സ്ക്വയർ ചെയ്യും. ദെൻ m/T² ചെയ്യും. m/T² നമ്മൾ ഓരോ മാസം ഇങ്ങനെ മാറ്റിയിടുമ്പോൾ m/T² വാല്യൂവിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ദെൻ അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യും, മീൻ വാല്യൂ എടുക്കും. ആ മീൻ വാല്യൂവിനെ നമ്മൾ 4π² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, സ്പ്രിങ് കോൺസ്റ്റൻറ്റ് കെ കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഇനി നമ്മൾ എക്സ്പെരിമെൻറ്റിലൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 100 ഗ്രാം മാസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. 50 ഗ്രാം മാസ് വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് ചിലപ്പോൾ ഈ ഒരു മാസ് ഇവിടുന്ന് തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ 100 ഗ്രാമെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 100 ഗ്രാം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കും. ടൈം പീരീഡിൽ m/T² കണ്ടുപിടിക്കും. ദെൻ അതിന് 4π² m/T² ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, കെ കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ 100 ഗ്രാമിൻ്റെ ഇതിൻ്റെ ബേസിലുള്ള ടൈം പീരീഡ് എത്രയെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ 10 ഓസിലേഷൻ്റെ ടൈം ഞാൻ ആദ്യം കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ ÷ 10 ചെയ്താൽ നമുക്ക് എന്തിട്ട് ടൈം പീരീഡ് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് വാച്ച്. അപ്പോൾ സ്റ്റോപ്പ് വാച്ചിൻ്റെ വർക്കിംഗ് എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ട്, അതേപോലെ സ്റ്റോപ്പ്. ഇത് നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണിത്, ഈ സാധനം എന്ന് പറഞ്ഞാൽ. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ജസ്റ്റ് ഓസിലേഷൻ ഓക്കെ, അതിന് മുന്നേ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, വീണ്ടും വീണ്ടും പറയാണ്. ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് മുകളിൽ പോയി ദെൻ തിരിച്ച് അവിടെ തന്നെ എത്തുന്നതാണിത് 1 ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കേസായിരിക്കും. അങ്ങനെ നമ്മൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ജസ്റ്റ് ഞാൻ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണ്.
ഓക്കെ, ഏതോ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ് ടൈം ഓപ്പൺ ആക്കണം. അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അതായത് ഇത് നമ്മൾ എന്ത് ചെയ്യണം, വലിച്ചിടുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഈ ടൈം സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഏതോ ഒരു പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ വാല്യൂ കിട്ടിയിട്ടുള്ളത് എത്ര സെക്കൻഡാണെന്ന് വെച്ചാൽ 7 സെക്കൻഡാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയുള്ള ടൈം എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? ഈ വാല്യൂ എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ വീണ്ടും എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, എന്നിട്ട് അതിൻ്റെ മീൻ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പോൾ 10 ഓസിലേഷൻ സമയം എഗെയിൻ എനിക്ക് കിട്ടിയിട്ടുള്ളത് എത്ര തന്നെയാണ്, 7 തന്നെയാണ് എനിക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, എഗെയിൻ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അത് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ എക്സ്പെരിമെൻറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. എങ്ങനെ, മാസ് ആഡ് ചെയ്തിട്ട്. അപ്പോൾ 100 ഗ്രാമാണ് ഉണ്ടായിരുന്നത്, അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 50 ഗ്രാമും കൂടെ ആഡ് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ 150 ഗ്രാം ആയിട്ട് മാറി. അപ്പോൾ 150 ഗ്രാമിൻ്റെ കേസിലുള്ള ടൈം പീരീഡ് എത്രയെന്നതാണ് നമ്മൾ അടുത്തായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഇതിനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് എൻ്റെ വാല്യൂ കിട്ടിയിട്ടുള്ളത് 8.5ൻ്റെ തൊട്ടടുത്ത്, ദാറ്റ് ഈസ് 8.4 ഒക്കെയാണ് എനിക്ക് എന്തുള്ളത് ഇപ്പോൾ എനിക്ക് വാല്യൂ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ വീണ്ടും എന്ത് ചെയ്യണം, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം കേട്ടോ. ഒന്നും കൂടെ ഈ വാല്യൂ റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇപ്പോൾ എനിക്ക് വാല്യൂ ഉള്ളത് നേരത്തെ അതേ വാല്യൂ തന്നെയാണ്. ഇപ്പോൾ കിട്ടുന്നത് 8.5. ഇപ്പോൾ എനിക്ക് 8.5ന് തൊട്ട് മുന്നേ ആയിരുന്നു നേരത്തെ. ദെൻ ഇപ്പോൾ 8.5 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മീൻ വാല്യൂ ആയിട്ട് എന്ത് ചെയ്യാം, 8.5 തന്നെ എടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ വാല്യൂ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിൽ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ 150 ഗ്രാമിൽ എനിക്ക് ടൈം കിട്ടിയിട്ടുള്ളത്, 10 ഓസിലേഷൻ്റെ ടൈം എനിക്ക് കിട്ടിയിട്ടുള്ളത് 8.5 ആണ്. അതിൽ നിന്ന് നമ്മൾ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും ഞാൻ ഇതിലേക്ക് മാസ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഒരു 50 ഗ്രാമും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ എത്രയായി, 200 ഗ്രാം ആയിട്ട് മാറി കേട്ടോ. ഇതിനെയാണ് ഞാൻ ഓസിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 10 കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. 10.1 ഒക്കെയാണ് ഫസ്റ്റത്തെ ട്രയലിൽ എനിക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ. വീണ്ടും ഞാൻ ട്രൈ ചെയ്യാമാണ്. ഓക്കെ, സെയിം പ്രൊസീജിയർ തന്നെ വീണ്ടും ട്രൈ ചെയ്യുന്നു. ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്, 200 ഗ്രാമിൽ സെക്കൻഡ് റിപ്പീറ്റ് ചെയ്യാണ് ഓസിലേഷൻ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ ഓക്കെ അപ്പോൾ എനിക്ക് നേരത്തെ കിട്ടിയിരുന്ന ഓൾമോസ്റ്റ് 10ലാണ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, വാല്യൂ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മീൻ വാല്യൂ ആയിട്ട് 10 എന്ന് എന്ത് ചെയ്യാണ്, എടുക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ള എക്സ്പെരിമെൻ്റൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി കംപ്ലീറ്റ് എന്താണ്, കാൽക്കുലേഷൻ ആണ്. ഗ്രാഫിലൂടെയും അല്ലാതെ കാൽക്കുലേഷൻ മെത്തേഡ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിന് ഒരു അൺനോൺ മാസിൻ്റെ കേസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം, അവസാനം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വാല്യൂസ്, അതിൽ കിട്ടിയിട്ടുള്ള വാല്യൂസ് ഞാനിവിടെ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ 100 ഗ്രാം ഞാൻ ഇൻപുട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ടൈം എന്ന് പറഞ്ഞാൽ 7 ആയിരുന്നു. 2 ട്രൈ ചെയ്തപ്പോഴും 7 ആയിരുന്നു കിട്ടുക. അപ്പോൾ അതിൻ്റെ മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 7 തന്നെയാണ്. ദെൻ 150 ഗ്രാം ആയപ്പം 8.5, അപ്പോൾ അതിൻ്റെ മീൻ വാല്യൂ 8.5 തന്നെയാണ്. 200 ഗ്രാം ആയപ്പം 10 എത്ര എടുത്തു, 10 തന്നെ എടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത് അതിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 10 ചെയ്യണം, കാരണം ഇത് 10 ഓസിലേഷൻസിൻ്റെ ടൈം ആയിരുന്നു. അപ്പോൾ T/10 ദാറ്റ് ഈസ് 7/10 എന്ന് പറയുമ്പോൾ 0.7, 8.5/10 എന്ന് പറയുമ്പോൾ 0.85, 10/10 എന്ന് പറയുമ്പോൾ 1 എന്ന് വന്നു.
ദെൻ അതിൻ്റെ സ്ക്വയർ ചെയ്തു 0.7ൻ്റെ സ്ക്വയർ 0.49 0.85ൻ്റെ സ്ക്വയർ 0.7225 ദെൻ 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. ദെൻ അതിനെ m/t സ്ക്വയർ ചെയ്തു. m/t സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ആരൊക്കെയാണ് 100/t സ്ക്വയർ 4.49 നമ്മൾ ഗ്രാം സെക്കൻഡ് സ്ക്വയറിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 0.49 ദാറ്റ് ഈസ് ഇക്വൽ 204.08. അപ്പോൾ ഞാൻ 204 എന്ന് എടുത്തു. ദെൻ അടുത്ത വാല്യൂ നമുക്കറിയാം 150 ആണ്. m/t സ്ക്വയർ 150 ഡിവൈഡ് ബൈ 0.7225 ദാറ്റ് ഈസ് 207.6 ഞാൻ എടുക്കാൻ 207 എന്നെടുത്തു. ദെൻ അടുത്ത് 200 ഡിവൈഡ് ബൈ 1 എന്ന് ചെയ്താൽ 200 തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അതിൻ്റെ മീൻ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 3 വാല്യൂം കൂടെ ടോട്ടൽ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 3 ചെയ്താൽ നമുക്ക് അതിന് എന്ത് കിട്ടി? മീൻ വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് 204 പ്ലസ് 207 പ്ലസ് 200 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 203.6 203 ഞാൻ തൽക്കാലം 203 ഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ എന്ന ഇതാണ്. അപ്പോൾ കിലോഗ്രാമിലേക്ക് മാറ്റം നമ്മൾ എന്ത് ചെയ്യുക 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. ദാറ്റ് ഈസ് 3 പോയിൻറ്റ് പുറകിലേക്ക് ഇടുക. ദാറ്റ് ഈസ് 0.203 കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇപ്പോൾ നമുക്ക് മീൻ m/t സ്ക്വയർ കിട്ടി. ഇനി സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുക. ഇക്വേഷൻ k = 4π² m/t സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 4π² ഇൻറ്റു m/t സ്ക്വയർ എത്രയാണ് 0.203 ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടുക? അപ്പോൾ 203 ഇതാ ഇവിടെ 0.203 അല്ലേ. അപ്പോൾ 4 ഇൻറ്റു π² പൈ ഇതാ ഇവിടെ ഉണ്ട് 4 ഇൻറ്റു π². ഓക്കെ 4 ഇൻറ്റു π² ആകുമ്പോൾ 39.47 തന്നെയാണ് ഇൻറ്റു 0.203 ദാറ്റ് ഈസ് ഇക്വൽ 8.01 ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സ്പ്രിംഗ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ. കെയുടെ വാല്യൂ ഇതാ നമുക്ക് കാൽക്കുലേഷൻ മെത്തേഡ് വഴി 8.01 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിലൂടെയും എന്ത് കണ്ടുപിടിക്കാം? കെ കണ്ടുപിടിക്കാം. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എമ്മും ടി സ്ക്വയറും തമ്മിലുള്ള ഗ്രാഫാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. എം എക്സ് ആക്സിസിലും മാസ് എക്സ് ആക്സിലും ടി സ്ക്വയർ വൈ ആക്സിലുമാണ്. അതിൻ്റെ സ്കെയിൽ ഞാൻ എന്താ ഫസ്റ്റ് തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ സാധാരണ ഗ്രാഫിൽ പെൻസിലിനെ കൊണ്ട് തന്നെ എഴുതണേ. ഞാൻ പെന്നിനെ കൊണ്ട് എഴുതിയത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പെന്നിനെ കൊണ്ട് എഴുതിയിട്ടുള്ളത്. അതായത് എക്സ് ആക്സിൽ 1 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 25 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ 1 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 25 ഗ്രാം ആണുള്ളത്. ദാറ്റ് ഈസ് 1 അതായത് 100ഉം 150 ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും 125 ആയിരിക്കും നേരെ പകുതി. അപ്പോൾ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 25 ഗ്രാം ആണ്. വൈ ആക്സിലാണെങ്കിൽ 1 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.1 സെക്കൻഡ് സ്ക്വയർ എടുത്തുള്ളത്. അങ്ങനെ ടി സ്ക്വയറിൻ്റെ യൂണിറ്റ് സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ 0.4 0.5 0.6 അപ്പോൾ ഓരോ ഡിവിഷൻ എന്നാണ് 1 ഡിവിഷൻ ഈസിക്കൽ 25 ഗ്രാം ആണ് എക്സ് ആക്സിൽ. 1 ഡിവിഷൻ ഈസിക്കൽ 0.1 സെക്കൻഡ് സ്ക്വയർ ആണ് വൈ ആക്സിൽ. then അതിൻ്റെ പോയിൻറ്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അതായത് 100 ഗ്രാമിൽ മാസ് 100 ഗ്രാം ആയപ്പോൾ എനിക്ക് 0.49 ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ടി കിട്ടിയിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ 100 ഗ്രാം ഇതാ ഇവിടെ 0.49 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ വന്നു വാല്യൂ. ഓക്കെ ദെൻ അടുത്തതായിട്ട് 150 ഗ്രാമിൽ എനിക്ക് കിട്ടിയുള്ളത് 0.7225 ആണ്. അപ്പോൾ 150 ഗ്രാം ദെൻ 0.722 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. then അടുത്ത 200 ഗ്രാമിൽ എനിക്ക് എത്ര കിട്ടിയുള്ളത് 1 ആണ്. അപ്പോൾ 200 ഗ്രാമിൽ നേരത്തെ 1 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. then അതിന് മൂന്നും കൂടെ ജോയിൻ ചെയ്തപ്പോൾ എനിക്കിതാ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം ഏതെങ്കിലും 2 പോയിന്റ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുകയാണ്. എത്രയാണ് വാല്യൂ വരിക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ക്ലിയർ. ഞാൻ തൽക്കാലം ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. ഏതായാലും കുഴപ്പമില്ല കേട്ടോ. എവിടെ പോയിന്റ് എടുത്താലും ഒരു പ്രശ്നവുമില്ല. ദെൻ ഈ പോയിന്റ് ഇത് ഞാൻ എ എന്നും ഇത് ഞാൻ ബി എന്നും പറയുന്നു, ഇത് ഞാൻ സി എന്നും പറയുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ എ ബി ബൈ ബി സി അത് എത്രയാണെന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇനി വേണ്ടത്. എ ബി ബൈ ബി സി എത്രയാണെന്നുള്ളതാണ് വേണ്ടത് അല്ലേ. അപ്പോൾ എ ബി എത്രയെന്നുള്ള വാല്യൂ ഞാൻ എന്താ ജസ്റ്റ് ഇവിടെ ഇതാണ്. എ ബി ഈസ് ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഇതിൽ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 25 ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എത്രയായിരുന്നു 25 ഗ്രാം അല്ലേ. അപ്പോൾ 2 ഡിവിഷൻ ആയപ്പോൾ 50 ഗ്രാം വന്നു. ദെൻ കുറച്ച് ഇപ്പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഒരു 60 ഗ്രാം ആണ് അതിൻ്റെ എന്ത് വരുന്നത് വാല്യൂ വരുന്നത്. ഓക്കെ കാരണം ഇത് ടോട്ടൽ എത്രയായിരിക്കും ഇത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും 1 ഡിവിഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ പകുതിയും ഇല്ല അതിനേക്കാൾ കുറച്ച് മുന്നേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 60 ഗ്രാം നമുക്ക് എടുക്കാം. എ ബി ഈസ് ഈക്വൽ ടു 60 ഗ്രാം എന്ന് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ബി സി എത്രയെന്നുള്ളതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ബി സി എന്ന് പറയുമ്പോൾ ഇവിടെ 0.1 ആണല്ലോ 1 ഡിവിഷൻ. അപ്പോൾ 3 ഡിവിഷൻ ആണുള്ളത്. ദാറ്റ് ഈസ് 0.3 സെക്കൻഡ് സ്ക്വയറുമാണ് നമ്മൾ എന്ത് ബി സി വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക എത്രയാണ് നമുക്ക് കെയുടെ വാല്യൂ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ. ഓക്കെ ഗ്രാഫ് ഇതാ ഇവിടെ നിന്നോട്ടെ. ദാറ്റ് ഈസ് m/t സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി ബൈ ബി സി ആണ്. അപ്പോൾ m/t സ്ക്വയർ എ ബി എന്ന് പറഞ്ഞാൽ 60 ഗ്രാം ആണ്. അപ്പോൾ 60 ഡിവൈഡ് ബൈ ബി സി 0.3
അപ്പോൾ 60 ഡിവൈഡ് ബൈ 0.3 ഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ, ദാറ്റ് ഈസ് 60 ഡിവൈഡ് ബൈ 0.3 എന്ന് പറയുമ്പോൾ എത്രയാണ്? ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കട്ടെ. 60 ഡിവൈഡ് ബൈ 0.3, 60 ഡിവൈഡ് ബൈ 0.3, ദാറ്റ് ഈസ് 200 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ 200 ഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ക്ലിയർ? ദാറ്റ് ഈസ് 4 പൈ സ്ക്വയർ ഇൻറ്റു 4 പൈ സ്ക്വയർ ഇൻറ്റു എ ബി ബൈ ബി സി പറഞ്ഞാൽ 200 ഗ്രാം സെക്കൻഡ് സ്ക്വയർ അല്ലേ? അപ്പോൾ അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റുകയാണെങ്കിൽ 10⁻⁻3, ദാറ്റ് ഈസ് 0.2 ആയിരിക്കും വരുന്നത് അല്ലേ? 0.2 ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് എത്രയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 0.2 ഇൻറ്റു 4 ഇൻറ്റു പൈ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 7.8. ഒരു മിനിറ്റ് നോക്കട്ടെ. 4 ഇൻറ്റു പൈ സ്ക്വയർ ഇൻറ്റു 0.2, that is equal to 7.89. That is approximately equal to നമുക്ക് തന്നെ പറയാം 7.9 ന്യൂട്ടൺ പെർ മീറ്റർ ആണ് നമുക്കറിയാം. നേരത്തെ നമുക്ക് കിട്ടിയിരുന്നത് എത്രയായിരുന്നു? 8.01 ന്യൂട്ടൺ പെർ മീറ്റർ. ഇപ്പോൾ 7.9 ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് വാല്യൂ എന്താണ്? സെയിം ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ രണ്ട് വാല്യൂ, അതായത് രണ്ട് മെത്തേഡിലൂടെ നമ്മൾ കെ കണ്ടുപിടിച്ചുള്ള ഓൾമോസ്റ്റ് എന്താണ്? സെയിം ആണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അൺനോൺ മാസിൻ്റെ കേസ്, ചില സ്കൂളിൽ അൺനോൺ മാസിൻ്റെ കേസും കൂടെ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പോൾ അൺനോൺ മാസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇട്ടുള്ള 25-50 ഗ്രാമിന് പകരം നമുക്ക് ഏതെങ്കിലും ഒരു വെയിറ്റ് വരും. ആ വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഓസിലേറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് അവിടെ അൺനോൺ മാസിൻ്റെ ടാബുലാർ കോളം കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്യാണ്. അൺനോൺ മാസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? ഓസിലേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിൻ്റെ ടൈം പീരീഡ് ഇത് അവിടെ കിട്ടൂലേ അല്ലേ? അപ്പോൾ ഓരോ കേസിൽ ഇത് അപ്പോൾ തൽക്കാലം ഞാൻ ഏതെങ്കിലും ഒരു വാല്യൂ ഞാൻ ജസ്റ്റ് മെഷർ ചെയ്യാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കിയാണ്, നമ്മൾ തന്നിട്ടുള്ള ആ വെയിറ്റിന് പകരം ഞാൻ ഏതോ ഒരു വെയിറ്റ് എടുക്കുകയാണ്. ആ വെയിറ്റ് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഒരു കയർമൽ കേട്ടിട്ട് എന്ത് ചെയ്യണം? ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ടൈം കിട്ടും, ഇവിടെയും ടൈം കിട്ടും, അതിന് ഇവിടെയും ടൈം കിട്ടും. ദെൻ അതിൽ നിന്ന് നമുക്ക് ടൈം പീരീഡ് എത്രയെന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ടൈം പീരീഡ് എത്രയെന്നുള്ളത് ഇവിടെ കണ്ടുപിടിക്കാൻ തൽക്കാലം എത്രയോ ജസ്റ്റ് ഇപ്പോൾ എന്ത് ചെയ്യണം? ഒരു 10 സെക്കൻഡ് ആണെങ്കിൽ ഒരു 5 സെക്കൻഡ് ആണ്. നല്ല എക്സാമ്പിളാണ്, ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നത്. 5 സെക്കൻഡ് ആണ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് വിചാരിച്ചോളി. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 25 ആയിരിക്കും. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 5 എന്നല്ല, തൽക്കാലം നമുക്ക് 0.5 എടുക്കാം. 0.5 അങ്ങനെയാണെങ്കിൽ 0.25 ആയിരിക്കും അതിൻ്റെ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൺനോൺ മാസിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കും. കാരണം അൺനോൺ മാസിൻ്റെ m/t², നമുക്ക് ഇതിൻ്റെ സ്ക്രീനിൻ്റെ m/t² നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ട് 0.203 ആണ്. അപ്പോൾ 0.203 ഇൻറ്റു 0.203 അതെന്ന് പറഞ്ഞാൽ കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയറിലല്ലേ? ഇപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന t² എന്നുള്ള എന്തിലാണ്? സെക്കൻഡ് സ്ക്വയറിലാണ്. ദാറ്റ് ഈസ് 0.25 സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഈ സെക്കൻഡ് സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ പിന്നെ അവിടെ എന്ത് തന്നെ വരുന്നുള്ളൂ? കിലോഗ്രാം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് 0.203 ഇൻറ്റു 0.25, 0.203 ഇൻറ്റു 0.25, 0.203 ഇൻറ്റു 0.25 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 0.05075 കിലോഗ്രാം, 0.0507 കിലോഗ്രാം. അത് ഗ്രാമിലേക്ക് മാറ്റുകയാണെങ്കിൽ 50.7 ഗ്രാം എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അൺനോൺ മാസിൻ്റെ കേസ് എന്ത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ചെയ്യാനുള്ളത്. ദെൻ അവസാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ റിസൾട്ടും കൂടെ എഴുതാം. ദാറ്റ് ഈസ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഓഫ് എ ഹെലിക്കൽ സ്പ്രിംഗ് നമുക്ക് കാൽക്കുലേഷൻ മെത്തേഡിൽ 8.01 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ദെൻ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഓഫ് എ ഹെലിക്കൽ സ്പ്രിംഗ് ഗ്രാഫിൽ 7.9 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. മാസ് ഓഫ് ദി ഗിവൺ ബോഡി ഞാനൊരു എക്സാമ്പിൾ എടുത്തപ്പം അതിൽ എനിക്ക് കിട്ടിയുള്ള എത്രയായിരുന്നു? 50.7 ഗ്രാം ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ എന്ത് ചെയ്യാനുള്ളത്. ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ എടുക്കുന്ന ടൈം പീരീഡിൻ്റെ വാല്യൂ എന്തായിരിക്കണം? പക്ക ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഗ്രാഫ് ഈ ഒരു രീതിയിലും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കറക്റ്റ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? തെറ്റായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് മാത്രം തിയറി ഒന്നുമില്ല. തിയറി ജസ്റ്റ് ആ ഇക്വേഷൻ പഠിക്കുന്നു, റീഅറേഞ്ച് ചെയ്യുന്നു, വേറെ ഒന്നുമില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ എഴുതുമ്പം ആദ്യം ടീച്ചർക്ക് നമ്മൾ തിയറി ഒക്കെ എഴുതി കൊടുക്കണമല്ലോ. ആ എഴുതി കൊടുക്കുന്നതിൽ നമ്മൾ ഗ്രാഫും കൂടെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പെരിമെൻ്റ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.